മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് മകൾ ആശ ലോറൻസുമായി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്ന് സംസാരിക്കുമെന്ന് അറിയുന്നു. അനാട്ടമി വിഭാഗം അധ്യാപകരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. തൻ്റെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ആശ ലോറൻസ് പറയുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വേണം തീരുമാനമെടുക്കാനെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. CPIM-ഉം CITU-വും എറണാകുളത്ത് സ്വീകരിച്ചത് മൃതശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സഖാവ് ലോറൻസിൻ്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് വിധേയമായി ചെയ്യണമെന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് ഒരു മകൾ പ്രകടിപ്പിച്ചു. അത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന വിഷയമല്ല. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുന്നു. വളരെ നിർഭാഗ്യകരമായൊരു സംഭവമാണ് ഇന്നലെ കൊച്ചിയിലുണ്ടായത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളിൽ വല്ലാത്ത ദുഃഖമുണ്ടാക്കി നിൽക്കുന്ന വേളയിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തെ ജീവൻ കൊടുത്ത് സ്നേഹിച്ച ആ മനുഷ്യൻ്റെ വിടവാങ്ങൽ ചടങ്ങിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. MM ലോറൻസിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്ന രീതിയിൽ വാർത്ത വരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ് ശ്രീകാന്ത്? ഗുഡ് മോർണിംഗ് അഗെയിൻ എസ്കേൻ. ഇന്നലെ ആ സംഭവത്തിന് ഞാൻ നേരിട്ട് സാക്ഷിയായിരുന്നു. MM ലോറൻസിനെ പോലെ സമുന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് നൽകേണ്ട യാത്രയയപ്പ് ആയിരുന്നില്ല അത് എന്ന അഭിപ്രായം തന്നെയാണ് അവിടെ കൂടിയ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ദൗർഭാഗ്യകരമായ സംഭവം തന്നെയായിരുന്നു. ഇന്ന് ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉച്ചയോടെ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകണോ അതോ കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരം അവർക്ക് മതാചാരപ്രകാരം കാര്യങ്ങൾ നൽകുന്നതിന്, അത് ഒരു മോളാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്, ആശ ലോറൻസ്, അവർക്ക് വിട്ടു നൽകണോ എന്ന കാര്യത്തിൽ മെഡിക്കൽ കോളേജ് തീരുമാനമെടുക്കും. ഉച്ചയോടെ ആ തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അനാട്ടമി നിയമത്തിലെ 4A വകുപ്പ് പ്രകാരം മൃതദേഹം ഏറ്റെടുക്കുന്നതിൽ നിയമപ്രശ്നങ്ങളില്ല എന്നാണ് ഈ മെഡിക്കൽ കോളേജിന് കിട്ടിയിട്ടുള്ള നിയമോപദേശം. അവരുടെ വിലയിരുത്തലും അങ്ങനെയാണ്. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളതും. എന്തായാലും അന്തിമ തീരുമാനമല്ലാതെ അതിന് തൊട്ട് മുൻപായി ആശ ലോറൻസുമായി പ്രിൻസിപ്പൽ സംസാരിക്കും. അങ്ങനെ സംസാരിക്കണമെന്ന് ഹൈക്കോടതി തന്നെ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആശ ലോറൻസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് ഈ പള്ളിയിൽ അടക്കം ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അവരുടെ ഭാഗം കേട്ടില്ലെങ്കിൽ അവർ വീണ്ടും നിയമവഴിയിലേക്ക് പോകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.